ഓ ഇത് റോൾസ് റോയ്സാണ് ഗൈസ്. റോൾസ് റോയ്സാ കണ്ടാ, റോൾസ് റോയ്സിൻ്റെ സാധനമാണത്. ഓ മോനെ, ഇന്ന് റോൾസ് റോയ്സിൻ്റെ പുതിയ മോഡലൊക്കെ ഏത് ടൈപ്പിലാണ് കിടക്കണേ അല്ലേ. ഇനി അടുത്തിങ്ങോട്ട് വന്നൊരു പച്ച വണ്ടിയുണ്ട്. പച്ച 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 ഏതാ വണ്ടി? ഈ കത്തിയുണ്ടെങ്കിൽ ഇതിലേത് ഉപയോഗിക്കാം. ഇത് ഭയങ്കരമായിട്ടാണ് എത്ര എണ്ണം അത് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വച്ചേക്കണം. ആ സാധനം കണ്ടെങ്കിൽ ചെറിയ കത്തിയാണത്. ഗണ്ണുകളുണ്ടാകും. ചെയിനിലാണ് തൂക്കിയിട്ടേക്കണത്. ഇത് വലിയ ഹൈറ്റൊന്നുമില്ല, നമുക്ക് ചാടി എത്താവുന്ന ഹൈറ്റേ ഉള്ളൂ. ഇത് 5ാമത്തെ രാജാവാട്ടാ. അത് സ്റ്റാമ്പുകളാണ് കേട്ടോ. ഇത് കണ്ട പാലസിൻ്റെ ഫ്രണ്ടിലല്ല, അതൊരു 4 കെട്ട് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു കുളമാണത്. പാലസ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. 100 രൂപ കേട്ടോ അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. 100 റുപ്പി. 100 റുപ്പിക്കുള്ള മുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പോയി കൊടുത്താൽ അതിൻ്റെ മുതലൊന്നുമില്ല. പിന്നെ പാലസല്ലേ, കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇത് അടിപൊളിയാട്ടാ. സംഭവം ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ടാ, നല്ല രസമാണ് കാണാൻ. നല്ല വർക്ക് എടുത്തൊരു പാലസാട്ടോ, നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കയറുകയാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങൾ ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ടച്ച് ദി എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്താ എനിക്ക് മനസ്സിലായില്ല. അത് സ്റ്റാമ്പുകളാണ് കേട്ടോ. ആ കാലത്തെ സ്റ്റാമ്പുകളൊക്കെയാണ്, എനിക്കങ്ങനെയാണ് മനസ്സിലാവണത്. ഇത് 5ാമത്തെ രാജാവാട്ടാ. 5ാമത്തെ രാജാവാണ് ചൗമഹലിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറി നോക്കാം. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ പാലസ്. ഒരു ഫ്രണ്ട് ഏരിയ കണ്ട, ഈ ലൈറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയായി. ചൗമഹലിലേക്ക് നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റില്ല, കാരണം മൊബൈലിൽ വീഡിയോ എടുക്കാം. എന്താ ചെയ്യുക, ഇത് തന്നെയല്ല അപ്പോൾ അതിലും നടക്കണേ. പിന്നെ ഈ ഫില്ലറൊക്കെ കണ്ട, ഫില്ലറൊക്കെ പിന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മേലത്തെ വർക്കുകളാണ് നമ്മളെ ഏറെ അതിശയപ്പെടുത്തുക. അവിടെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന് രാജാവ് ഇരിക്കുന്നതാണോ കിടക്കുന്നതാണോ എന്താ അറിയണില്ല. അതിനെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. അടുത്തൊരു ഹോളിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് ഒരുപാട് നോട്ടുകളും സ്റ്റാമ്പുകളൊക്കെയാണ്. അന്ന് ഇവർ ഉപയോഗിച്ചിരുന്നതാവാം. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ഹോളിലേക്ക് തന്നെ വരിക. ഈ ഹോളിൽ കണ്ട, ഇവിടെ എത്രങ്ങാനും ലൈറ്റുകളെ തൂക്കിയിട്ടേക്കണ്. ഇതൊക്കെ ചെയിനിലാണ് തൂക്കിയിട്ടേക്കണത്. ഇത് വലിയ ഹൈറ്റൊന്നുമില്ല, നമുക്ക് ചാടി എത്താവുന്ന ഹൈറ്റേ ഉള്ളൂ. ഉണ്ടാ, നമുക്ക് ചാടി എത്താവുന്ന ഹൈറ്റേ ഉള്ളൂ. ഉണ്ടാ, ഇയാളുടെ ഹൈറ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് രാജാവ് കിടക്കണതാണെന്നാണ്. അന്ന് കിടന്നുകൊണ്ടുള്ള പരിപാടിയാണെന്ന്. അല്ലാതെ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടല്ല, ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങനെ കിടന്ന് കണ്ടേ, നമ്മൾ സിനിമയിലൊക്കെ കാണൂല്ലേ, ആ രീതിയിലാണ്. കോട്ട കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അടുത്ത റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നല്ല സീലിംഗ് വർക്കും കാര്യമൊക്കെ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കണ്ടോ ടച്ച്. അതാണ് രാജാവ് കിടക്കുന്നത് എന്ന് പറഞ്ഞല്ലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊട്ടാരത്തിൻ്റെ ഒരുപാട് ഫോട്ടോസ്, പഴയ ഫോട്ടോസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ അന്നത്തെ രാജാവ് സഞ്ചരിച്ചതാണത്. കുതിരവണ്ടി അങ്ങനെയുള്ള ഫോട്ടോസും കാര്യമൊക്കെയാണ് ഈ ഒരു റൂമിലുള്ളത്. പിന്നെ ഇവിടെ എന്തോ സംഭവം ഉണ്ട്, പക്ഷെ ഇത് മറിഞ്ഞിടക്കാം. അല്ലതേ, ഇത് രാജ്യസഭ, അത് രാജ്യസഭയാണത്.
പെയിൻറ്റിങ് ആണ്, കാലത്തെ പെയിൻറ്റിങ്. രാജാവും ടീമും. ഇവിടെ ഉണ്ടോ ഒരുപാട് ലെറ്റേഴ്സൊക്കെ വന്നതാണ്. ഇതൊക്കെ ലെറ്ററുകൾ വരുന്നതാണ്. ഡോണ്ട് ടച്ച്, എവിടെയും തൊടാൻ പാടില്ല. രാജാവിൻ്റെ പഴയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് സംഭവം. രാജാവ് അതിനകത്ത് ഇരിക്കുമായിരുന്നു. ഇൻടാച്ച് ഹെറിറ്റേജ് അവാർഡ്. അവാർഡ് കിട്ടിയ പലസ കൊള്ളാം. ഇനി ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. മേലേക്ക് സ്റ്റെപ്പ് കയറി പോവാണ്. മേലേക്ക് കയറിയപ്പോൾ ഇവിടെ ഒരുപാട് ഫർണിച്ചേഴ്സാണ് കേട്ടോ. ഫർണിച്ചറും കാര്യം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇതെന്താ ഡ്രസ്സോ? രാജാവിൻ്റെ ഡ്രസ്സാ? ഫീമെയിൽ ഫുട്വെയർ വിത്ത് വെൽക്കം ആൻഡ് എംബ്രോയ്ഡറി. ലേഡീസിൻ്റെയാണ്. മെയ്ഡ് ഇൻ ജർമ്മനി. ചൈൽഡ് ഫുട്വെയർ വിത്ത് ഗേൾസ് മെറ്റൽ. കുട്ടികളുടെ ഷൂ ഉണ്ട്. പിന്നെ മെൻസ് ജാക്കറ്റ് സിൽക്ക് ഗിൽറ്റ് സെക്കൻഡ് സെഞ്ചുറി. വലുതല്ല, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. ഇവിടെ ഇതൊക്കെയാണുള്ളത്. ഞാൻ ഇവിടുത്തെ തന്നെ സീലിംഗ് ഡിസൈൻ കാര്യമൊക്കെ അടിപൊളിയാണ്. പുറത്തേക്ക് ഇറങ്ങാം. നെക്സ്റ്റ് റൂം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഹാള് അങ്ങനെ നീട്ടി വെച്ചിരിക്കുകയാണ്. മാറ്റൊക്കെ ഇട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാനൊക്കെ നല്ല രസമാവും പുറത്തേക്ക്. അതാ നല്ലൊരു വ്യൂ ആണ്. അന്നത്തെ കാലത്ത് അവരിതിലൊക്കെ നടന്നതാണ്. അവരിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണിത്. ആ ടേബിളാണത്. ഇനി അടുത്ത റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വാളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരന്ന് പട വെട്ടിയിരുന്ന വാളുകളൊക്കെ കാണാൻ വേണ്ടി കഴിയേ. ഓ വാവ്, അടിപൊളി അല്ലേ? ചുമര് നിറച്ച് വെച്ചിരിക്കണ്. അമ്പും ബില്ലും തൊട്ട് മലപ്പുറം കത്തി വരെ ഉണ്ട് പറഞ്ഞില്ലേ. ഈ കത്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ എന്നിട്ട് കീറിയാണ്ടല്ലോ. പിന്നെ ഈ വീരങ്കിയുടെ ചെറിയൊരു രൂപം. ഗണ്ണുകളുണ്ടാകും. അക്കാലത്ത് ഗണ്ണുകളാണ്. ഗണ്ണുകളുടെ ഒരു ശേഖരണം തന്നെ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ? ഇവിടെയുണ്ട് വാളുകൾ ഇഷ്ടം പോലെ. ആകണ പടയാളി യൂണിഫോമൊക്കെ ഇട്ട് ഗ്ലാസ്സിനകത്താണ്. ഈ ഗണ്ണുകളുണ്ട്. പിസ്റ്റലടക്കമുണ്ട്. എന്താ പിസ്റ്റലുണ്ട്. പടയാളി. ഓ, ഈ റൂം നിറച്ച് ആയുധ ശേഖരണത്തിൻ്റെ റൂമാട്ടോ. ആയുധ ശേഖരണത്തിൻ്റെ റൂമാണ്. എത്ര എണ്ണത് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വച്ചേക്കണം. ആ സാധനം കണ്ടെങ്കിൽ ചെറിയ കത്തിയാണത്.
ആ ടാൻ 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 ടാൻ. ഓ അതിലൊക്കെ ഉണ്ട്. നമ്മൾ ഇത് കയറിയില്ലെങ്കിൽ മിസ്സായേനെ. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ചൗമാഹള്ളി പാലസ് എല്ലാവരും കയറണം. എല്ലാവരും വന്ന് കാണണത്, അല്ലെങ്കിൽ മിസ്സായി പോവും. ഹൈദരാബാദ് വരുവാണെങ്കിൽ ഇത് മിസ് ചെയ്യരുതാരും കേട്ടോ. ഗണ്ണുകളുടെ ശേഖരണം. രാജാവ് ആനവേട്ട ഇതാ പെയിൻറ്റിങ് ആണ്. കൊള്ളാമല്ലേ. അടുത്തൊരു റൂമിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ ഈ റൂമിൽ കണ്ടങ്ങൾ ഇഷ്ടംപോലെ ആയുധ ശേഖരണമാണ്. വൻതോതിൽ ആയുധ ശേഖരണം, പലവിധ ഐറ്റംസ് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ പാലസിൻ്റെ വീഡിയോ മ്യൂസിയത്തിൻ്റെ വീഡിയോ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയത്. ഇത് രണ്ട് എപ്പിസോഡുകളായിട്ടാവും ചെയ്യുക. ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ആ ബെൽ ബട്ടൺ ഓൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെയുണ്ട് പാലസ് തന്നെ? ഒരു കുറച്ച് ടൈം നമുക്ക് കാണാനുണ്ട്. വൗ, ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിടികളാണ്, കത്തികളുടെയൊക്കെ പിടികൾ. ഇതാണ്ടോ, ഇതുകൊണ്ടൊക്കെ എന്നിട്ട് വലിച്ചാണ്ടല്ലോ. ഓ, ഈ കത്തി ഉണ്ടെങ്കിൽ ഇതിലേത് ഉപയോഗിക്കാം. ഇത് ഭയങ്കരമായിട്ടാണ്. എത്ര എണ്ണതിൽ ഒരു സൈഡിൽ 1 2 3 4 5 6 7 8 9 10 11 ഒരു സൈഡിലുണ്ട്. അസാധ്യ കത്തി. ഇത് സ്ട്രൈറ്റേക്ക് ഇത് അടിപൊളിയാണ്. അവിടെയൊക്കെ ഒന്ന് കിട്ടിയാലേ. പിന്നെ ഇവിടെ കണ്ടോ, അത് എന്താ സംഭവിക്കുക മനസ്സിലായില്ല. അതിന് ഈ ഗ്ലാസ്സിന് ലൈറ്റ് വന്നിട്ട് ശരിക്കും കാണുന്നില്ല. ഉണ്ടാ ഒരു തലയൊക്കെ വെച്ചിട്ട് ഇത് എന്താ സംഭവം മനസ്സിലായില്ല. അതുപോലെ തന്നെ പിന്നെ ഇവിടെ കാണാനുള്ളതാണ് ട്യൂബുകളും കാര്യങ്ങളൊക്കെ, വാദ്യോപകരണം. ഇതെന്താ അറബിയിലൊക്കെ എന്തോ എഴുതിയുണ്ട്. ഗണ്ണണ്ട തിര നിറച്ചിട്ടുണ്ടൊക്കെ പൊട്ടിച്ചത്. പിന്നെ പടയാളികളുടെ ഡ്രസ്സുണ്ട്, ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ചെയിനിൽ തന്നെയാണുള്ളതാണ്. എന്താ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല പുൽമൈതാനമുണ്ട്. പുൽമൈതാനത്തിൽ നിന്ന് പാലസിൻ്റെ ഫുൾ സൈസ് രൂപം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉണ്ടാ നല്ല ഭംഗിയുള്ളൊരു പാലസാണ്. കണ്ടു കഴിഞ്ഞാൽ സിൽവർ ലുക്ക് അങ്ങനെ ഷെയ്ഡായിട്ട് കൊടുത്തത് നല്ല രസമായി അല്ലേ. ഇറങ്ങി എവിടേക്കാണ് പോകേണ്ടത് അറിയാത്ത ഞാൻ ഈ വഴിയിലൂടെ പോയി നോക്കുകയാണ്. ഇവിടെ ആരോമാർക്കും കാര്യമൊന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ച് പോകേണ്ട പോലെയാണ്. പിന്നെ ഇപ്പോൾ ഈ ചെങ്ങന്മാരോടാണ് ചോദിക്കാനുള്ളത്. അവർക്ക് എൻ്റെ ഭാഷ അറിയില്ല, എനിക്ക് അവരുടെ ഭാഷ അറിയില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിനുള്ളിൽ കയറി വയ്ക്കാം, ഇവിടെ ഉണ്ടാവും സംഭവം. ചില നമ്മൾ പോകേണ്ടത് ഇങ്ങോട്ട് തന്നെയാണ്. തേനിയാത്ത് മഹൽ, അഫ്സൽ മഹൽ, മെഹബത്ത് മഹൽ, ബാക്കി കാണാം വിൻറ്റേജ് കാർസ്. അപ്പോൾ അത് പോയി കാണാം നമുക്ക്. വിൻറ്റേജ് കാർസൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ കാണാം. ഓ പൊളിക്കും. ഓൾഡ് മോഡൽ വണ്ടികൾ അത് തകർക്കും. ഈ മരം വെട്ടിച്ചോണ്ടാ ഷെയറായില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇതിനകത്ത് കയറിയപ്പോൾ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ട്. ഇത് ഓരോരുത്തരുടെ മഹലുകളാണ്. മഹലിന് കൊടുത്തല്ലേ, മഹൽ പറഞ്ഞാൽ വീടാവൂല്ലേ. ഇവിടെ നിന്ന് നല്ല ഗാർഡനും കാര്യമൊക്കെ ഉണ്ട്. പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ മരം കണ്ടോ നിങ്ങൾ? ആഫ്താഫ് മഹലിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, കാരണം ഞാൻ അത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ചെങ്ങന്മാർ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വല്ല അയക്കൂല. ചെറുതാണോ വലുതാണോ എന്നൊന്നും ഓർക്കില്ല. നമ്മളത് ഒരു കുഞ്ഞൻ ക്യാമറയാണ്. ആഫ്താഫ് മഹൽ ആഫ്താഫ് മഹൽ അടിപൊളി കേട്ടോ. ലൈറ്റൊക്കെ നോക്കിയിട്ടിട്ട്
നല്ല രസമുണ്ട് കാണാം. അഫ്താഫ് മഹലാണ്, അഫ്താഫ് മഹൽ. ഇതെന്താ അഫ്താഫ് ഇവിടെയാണ് ആളുകളെ കണ്ടിരുന്നതുകൊണ്ട്. അഫ്താഫ് കിടന്നിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഗ്ലാസ്സിനകത്തായതുകൊണ്ട് ഒരു ക്ലിയർ കുറവുണ്ട്. നല്ല വർക്കാട്ടോ, വർക്ക് അടിപൊളിയാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സാരി കളക്ഷനും കാര്യമൊക്കെയാണ്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സുണ്ട്, വലിയവരുടെ ഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്. അഫ്താഫ് മഹലിൽ ഇതൊക്കെയാണ് കാണാനുള്ളത്. അഫ്താഫ് മഹലിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ്ട പണ്ട് കുതിരകളൊക്കെ കെട്ടി വലിച്ചിരുന്ന രാജ്ഞി രാജാവൊക്കെ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ. അതൊക്കെ കാണാൻ പറ്റും കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ആരമഹല, അവിടെ വിൻറ്റേജ് കാർ, അവിടെ അഫ്സൽ മഹലാണ്. അഫ്സൽ മഹലിലേക്ക് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് വിൻറ്റേജ് കാർ നോക്കാം. അഫ്സൽ മഹൽ പോയിട്ട് വിൻറ്റേജ് കാർ നോക്കാം. മഹലൊക്കെ വമ്പ ഹൈറ്റാട്ടാ സാധനം. വലിയ 5-6 ഫില്ലറൊക്കെ വെച്ച് വൻ സെറ്റപ്പിൽ പണിതേക്കാണ്. ഇവർ നേരത്തെ വന്ന് ക്ലീൻ ചെയ്തോളൂ. അതൊക്കെ ഈ ഓപ്പൺ ടൈമിൽ വഴി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നടക്കുന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ. അല്ല മാസമല്ല, പോണോടത്തൊക്കെ ക്ലീനിങ്. അഫ്സൽ മഹലിൽ കയറി കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ്. സീലിംഗ് വർക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻ്റെ മക്കളെ അഫ്സൽ മഹലിൻ്റെ സീലിംഗ് വർക്കാണ്, അടിപൊളിയാണ്. അഫ്സൽ മഹലിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല തോന്നുന്നു കേട്ടോ. ഇതാണ്ട് ഞങ്ങൾ ഡോറിൻ്റെ ഒക്കെ വർക്ക് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. കണ്ടാ അടിപൊളി, നല്ല വർക്കാണ്. ഇപ്പോൾ ഈ വർക്കുകൾ തന്നെയാണ് നിലവിലുള്ളത്. ഇവിടെ ഉണ്ടോ 2 ചെങ്ങന്മാർ ഭയങ്കര ഫൈറ്റിങ്ങിലാണ്. ഇത് സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സൽമാലിൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 ചെങ്ങന്മാർ വൻ ഫൈറ്റിങ്ങിലാണ്. മഹലിനകത്തേക്ക് ഇവിടെ നിന്ന് നോക്കാം, അത്രേ ഉള്ളൂ. കയറാൻ വേണ്ടി പറ്റില്ല, ഇവിടെ നിന്ന് നോക്കാം. ഇത് കുറച്ചും കൂടി പുതിയതാട്ടോ. ഇനി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തെങ്കിലും മോഡിഫൈ ചെയ്താവും ഇവർ. ഇല്ലാതാണെങ്കിൽ എല്ലാ സാധനവും നല്ല തിളക്കമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാം. സൽമഹൽ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് പോണ വിൻറ്റേജ് കാർ. എവിടെയാണ്? അവിടെയാണ്. ഇതിനകത്തും തന്നെ ഗാർഡൻ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗാർഡനൊക്കെ ഉണ്ടായിട്ട് കണ്ട നല്ല രസമാണ്. ആ സൈഡൊക്കെ ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ പുറം ഭാഗം മാത്രമേ ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഈ പഴമ പോയില്ലേ അല്ലേ, പഴമ കിട്ടണമെങ്കിൽ. ഇത് നല്ല വൻ ശേഖരണം ഉണ്ട് കേട്ടോ. ഇത് വൻ ശേഖരണമുണ്ട്. ഇത് ഏതാ മോഡലാകട്ടോ എൻ്റെ സാധനം. വാവ്, മഞ്ഞ കളറ്. വീല കണ്ട എങ്ങനെയുണ്ട്? സീലിങ്ങൊക്കെ നോക്കിയേ, നല്ല രസമായിട്ടുണ്ടല്ലേ. ഈ ഗ്ലാസിൻ്റെ റിഫ്ലക്റ്റ് ഉണ്ട് നമുക്ക്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ അവസ്ഥ അറിയാലോ. ലൈറ്റ് ഉണ്ടോ, ഫോഗ് ലാമ്പ്. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ ഇട്ട് കറക്കുകയാണ് എഞ്ചിന് ഫ്രണ്ടിൽ. ഇവിടെ ഇട്ട് കറക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. വീലൊക്കെ കണ്ട, വീലൊക്കെ നമ്മുടെ ബൈക്കിൻ്റെ അത്രയും വലിപ്പമുള്ള വീലാണ്. പിന്നെ ഈ സൈഡിൽ ഇത് സ്റ്റെപ്പിനി ആവണം. സൈഡിൽ സ്റ്റെപ്പിനി ഉണ്ട്. ഇതിൻ്റെ ഇത് റോൾസ് റോയ്സാണ് ഗൈസ്. റോൾസ് റോയ്സ് ആകണ്ട, റോൾസ് റോയ്സിൻ്റെ സാധനമാണത്. മോനെ, ഇന്ന് റോൾസ് റോയ്സിൻ്റെ പുതിയ മോഡലൊക്കെ ഏത് ടൈപ്പിലാണ് കിടക്കണേ അല്ലേ. റോൾസ് റോയ്സിൻ്റെ പഴയ സാധനമാണ്. ഇനി അടുത്ത് ഇങ്ങോട്ട് വന്നൊരു പച്ച വണ്ടിയുണ്ട്. പച്ച 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 ഏതാ വണ്ടി?
അച്ഛൻ്റെ നെയിം കാണുന്നില്ല. ഇത് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഫോഗ്ലാമ്പ് കാര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ടയറും തന്നെ നമ്മളെ ബൈക്കിനേക്കാൾ കുറച്ചുകൂടി വലിയ ടയറാണ്. അതായത് ഹൈറ്റ് വ്യാസം കൂടുതലുണ്ട്. പിന്നെ കനവും കാര്യമൊക്കെ മാറ്റമുണ്ട്. സ്റ്റിയറിങ്ങൊക്കെ കണ്ട എങ്ങനെയുണ്ട്, ഗിയറുണ്ട് അവിടെ, ഗിയറാണ് ആ കാണുന്നത്. ഇതിന് ഡോറൊക്കെ ഉണ്ട്. ഓ, ചൗമഹള്ളി പാലസ് ആരും മിസ് ചെയ്യരുതേ. ഈ സാധനമൊക്കെ ഒന്ന് വന്ന് കാണുക. ഹൈദരാബാദ് വരുന്നവരൊക്കെ. അടുത്ത ജീപ്പ് ഇത് എന്താ വണ്ടി ഏതാണെന്ന് അറിയണില്ല എനിക്ക്. നമ്മളൊരു വണ്ടിപ്രാന്തൻ അല്ലാത്തത് കൊണ്ട് വണ്ടിപ്രാന്തന്മാർക്ക് അറിയുന്നവരുണ്ടാവും, അങ്ങനത്തെ കമൻറ്റ് ചെയ്യാം. അതെന്താ നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഈ ഗ്ലാസ്സും കൂടെ ലൈറ്റ് വരുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ടയറൊക്കെ ഉണ്ടോ അലവിലൊക്കെ. സീറ്റൊക്കെ നോക്കിയാൽ കുഷ്യന്, സീലിംഗ് കണ്ട, ടയറൊക്കെ അടിപൊളി. കിങ്കുത്തി HYD എന്ന് കൊടുത്തിട്ടുണ്ട്. കിങ്കുത്തിയാണ് പോലോ. ഓ, അതിൻ്റെ സ്റ്റെപ്പിന് ഇവിടെയാണുള്ളത്. എന്നാ സാധനം ഇത്. കുറച്ചും കൂടി മോഡൽ കൂടി വന്നോ? എൻ്റെ ബാക്കിൽ തന്നെ വേറെ ആളുണ്ട് ഇവിടെ നിൽക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ഫോർച്യൂണറാണ്. ഫോർച്യൂണറിൻ്റെ സാധനമാണ്. 1934 ഫോർച്യൂണർ. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ ബോർഡ്. നാപ്പിയർ ടൈപ്പ് L 7640 HP 1906. ടൈപ്പ് അത് റോൾസ് റോയ്സ് ആണ്. ഇതൊക്കെ നാപ്പനാണ്. എന്തല്ലേ അടിപൊളി. ഞാനതവിടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഇത് ഫോർച്യൂണറാണ്. ഗ്ലാസിൻ്റെ റിഫ്ലക്റ്റ് ഉണ്ടായതുകൊണ്ട് കാണാൻ തന്നെ പറ്റണില്ല. ഇത് ജീപ്പാണ്. ജീപ്പിൻ്റെ ടയറാണ്ട, ജീപ്പിനല്ല ഫെയ്റ്റിൻ്റെ ആണ്. ഫെയ്റ്റ് ഗ്ലാസ്സിലാണെങ്കിൽ ടച്ച് ചെയ്യാനും പറ്റില്ല. APY 2857 ആക്കണം. മോഡൽ കൂടി വരികയാണ് നമ്മളിങ്ങോട്ട് പോരും തോറും. ഇത് മോഡൽ കൂടുതല്ല കേട്ടോ. ഇതൊക്കെ പഴയ സാധനം തന്നെയാണ്. 1952 പാക്കഡ് 2 ടോണിങ് സെഡൻ ഡിലക്സ്. ഇതിൻ്റെ ടയർ കണ്ട പകുതിയോളം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത്. പിന്നെ ലെവലും കാര്യമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഡിസ്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ APY 2830 പറഞ്ഞിട്ട് വേറെ ഒരെണ്ണമുണ്ട് ഇവിടെ കിടക്കുന്നത്. ഇത് അടിപൊളിയാണ്. 1947 ബൈക്ക് സൂപ്പർ കൺവെർട്ടബിൾ കോപ്പിൾ 1947. അടുത്തത് അലവിൽ കാര്യമൊക്കെ ആയിട്ട് അടുത്ത് ഹോൾസിലാണ് പോലെ. എന്തൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ലെവലും കാര്യമൊക്കെ ഇതിൻ്റെ അടിപൊളിയാണ്. ഇനി ജീപ്പിൻ്റെ സാധനങ്ങളുണ്ടല്ലോ, ഇവരുടെ ക്ലീനിങ് കൊണ്ടാണ് മനസ്സിലാൻ കുടുങ്ങി. ജീപ്പാണ്. ADY 6449. ഇതിലണ്ട C8ൻ്റെ ടയർ പെട്ടതാവാതെ. C8ൻ്റെ ടയറാണ്. പിന്നെ വില്ലി എക്സോ എന്നോ. എനിക്ക് വണ്ടികളെ കുറിച്ച് എത്ര വലിയ പിടുത്തല്ല, അതുകൊണ്ടാണ്. ഇത് നിസാൻ്റെ വണ്ടിയാണ്. നിസാൻ V6. ഇത് 7 സീറ്ററാ 5 സീറ്ററിനല്ല, പക്ഷെ നല്ല ലെങ്ത്ത് ഉണ്ടല്ലോ. നല്ല ലെങ്ത്ത് ഉണ്ട് വണ്ടിക്ക്. APB 8017. പിന്നെ അതവിടെ കാളെ കുതിരയെ ഒക്കെ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, കാളയും കുതിരയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതുമുണ്ട്.
ഉണ്ടാ. അപ്പോൾ അങ്ങനെ കാറിൻ്റെ ശേഖരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. ഇനിയിപ്പോൾ പോകാനുള്ളത് ഒരു സംഭവം കൂടി ഉണ്ട്. അത് അതിനകത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ സെൻട്രലായിട്ട് ഇവിടെ ഒരു കുളമുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ അതുപോലെ ഇവിടെ ഒരു കുളമുണ്ട്. ഇതിൻ്റെ താഴത്ത് കൂടെ ഒക്കെ ഇങ്ങനെ വർക്കേഴ്സിൻ്റെ ഒന്ന് നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആവാം. പൂന്തോട്ടം ഒക്കെ നല്ല രീതിയിൽ ഗാർഡനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വരുമാനമല്ല, ഒരാൾക്ക് 100 രൂപയാണ് വിസിറ്റിങ്. വീഡിയോഗ്രാഫി നോട്ടല്ലോ അവിടെ. ഇതിനകത്ത് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയ ഖുർആൻ വരെ നമുക്ക് കാണാം. അത് വളരെ ചെറുത്, ഇത്ര നീളമൊക്കെ ഉണ്ടാവുള്ളൂ. അത് അത്രയും ചെറിയ ബുക്ക് വരെ ഇതിനകത്തുണ്ട്. പക്ഷേങ്കിൽ അവരുടെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ക്ലോക്ക്, ടൈം തെറ്റാണ്. ഇപ്പോൾ 11:10 ആയിട്ടുണ്ട്. അതിൽ ടൈമില്ല, അത് കംപ്ലൈൻറ്റ് ആണ്. മെഹബാ മഹലിലേക്ക് പ്രവേശനമല്ല, നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ എൻട്രി ആണല്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനടിയിലൊക്കെ കയറിക്കാം. അതിനടിയിലേക്ക് ഒന്ന് പോയോക്കാം. ഹായ്, ഇത് പുള്ളിയാണ് കേട്ടോ ഗൈസ്. ഇത് പുള്ളിമരമാണ് ഉണ്ടാ. പക്ഷെ ഇവരിത് ചെയ്തിക്കണുണ്ടോ, നല്ല രസമായിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. വലിയൊരു മരം ആക്കാതെ ഇതിനെ ഇങ്ങനെ വെട്ടിമുറിച്ച് വാവ്, നല്ല രസമായി ഉണ്ടാ. ഒരു കുട പോലെ ആയില്ലേ, ഒരു കൂണ്. അങ്ങനെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതിലോട്ട് കയറിയിട്ട് അതിലങ്ങനായിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് എക്സിറ്റ് ടൈം ആയിട്ടുണ്ട്. എക്സിറ്റാണ് ഇനി. എക്സിറ്റ് പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കണ്ട ഈ കുളം, കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി കാര്യമായിട്ടൊന്നും കാണാനില്ല. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിയമാണ്. മ്യൂസിയം ഞാൻ മ്യൂസിയം ഇവിടെ ഒരുമിച്ച് ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ എങ്കിൽ ഇവിടെ തന്നെ അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിയം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.